ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. സങ്കീർത്തനങ്ങൾ. അതിമനോഹരവും അത്യന്തം വശ്യവുമാണ് കൈരളിയുടെ ഈ ഭൂപ്രകൃതി. ഓരോ അണുവിലും ജീവൻ തുളുമ്പി നിൽക്കുന്ന ദൈവസൃഷ്ടിയുടെ മഹത്വത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉദ്ഘോഷിക്കുന്ന അസൂയാവഹവും സമ്പന്നവുമായ ഈ മണ്ണ് ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ദൈവം സൃഷ്ടിച്ച ഈ മനോഹര ഭൂമിയെ അതിൻ്റെ തനതു പൂർണ്ണതയിലും പരിശുദ്ധിയിലും നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള ഉത്തരവാദിത്വവും അവയുടെ സൗന്ദര്യവും ഫലങ്ങളും ശരിയായ രീതിയിൽ ആസ്വദിക്കുവാനുമുള്ള അർഹതയും നമുക്കുണ്ട്. എന്നാൽ നാം മുമ്പ് പറഞ്ഞതുപോലെ അശാസ്ത്രീയവും സ്വാർത്ഥത നിറഞ്ഞതുമായ അവയുടെ ഉപയോഗം നമ്മെ ഇന്ന് പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ കാർഷിക മേഖലകളുടെ സവിശേഷതകളും ഒപ്പം സ്വാഭാവിക കൃഷിരീതികളിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ആവശ്യകതയുമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ. തനതായ സങ്കേതങ്ങളുടെ സമൃദ്ധി കൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് അനായാസം അനുവർത്തിക്കാവുന്ന ആരോഗ്യകരമായ കൃഷിരീതികളെക്കുറിച്ച് ഇന്ന് നമുക്കിടയിൽ അനേകർ ഗൗരവമായി ചിന്തിക്കുന്നു. ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചുവരുന്ന ഏറെ അനാരോഗ്യത്തിൻ്റെ സങ്കീർണ അവസ്ഥകളിൽ പലതിൻ്റെയും ഉത്ഭവം നമ്മുടെ അടുക്കളകൾ തന്നെയാണെന്നത് പലരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ അടുക്കളകളെ മലിനമാക്കുന്നത് പലപ്പോഴും നമ്മുടെ തെറ്റായ കൃഷിരീതികളും അനാരോഗ്യകരവും അസ്വാഭാവികവുമായ ജീവിതശൈലികളുമാണ്. മുമ്പ് പലപ്പോഴും സസ്യാഹാര രീതികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പലരും ഇന്ന് ഒരു പരിധിവരെ നിശബ്ദരാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ മാരക രോഗങ്ങൾക്ക് കാരണമായി മാറുന്നത് പച്ചക്കറികളിലൂടെയും പഴവർഗ്ഗങ്ങളിലൂടെയും മനുഷ്യരിലെത്തുന്ന വിഷാംശങ്ങളാണ് എന്നതാണ്. മുമ്പ് പലപ്പോഴും നാം ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നതിൻ്റെ ചില കാരണങ്ങളിൽ പ്രധാനം ഇത്തരത്തിൽ ഭക്ഷ്യവിളകളിൽ അനുവർത്തിക്കപ്പെടുന്ന അശാസ്ത്രീയവും മനുഷ്യത്വരഹിതവുമായ രാസകൃഷിരീതികൾ തന്നെയാണ്. നമുക്കിടയിൽ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പപ്പെടുമ്പോഴും സന്തോഷത്തോടെ അത് ഭക്ഷിക്കപ്പെടുമ്പോഴും പലപ്പോഴും ആ വിശുദ്ധി ഭക്ഷണത്തിനുണ്ടോ എന്ന് നാം ചിന്തിക്കാറില്ല. ഇത്തരത്തിൽ അടുത്ത കുറേ കാലങ്ങളായി നമ്മുടെ ഭക്ഷണക്കാര്യങ്ങളിൽ നാം പുലർത്തി വരുന്ന കടുത്ത അശ്രദ്ധ പ്രായലിംഗഭേദമന്യേ അനേകരെ കടുത്ത രോഗാവസ്ഥകളിലേക്കും കണ്ണീരിലേക്കും നയിച്ചിരിക്കുന്നു. നാം ഏവരും ശരിയായ തിരിച്ചറിവിലേക്ക് കടന്നുവരിക എന്നതു മാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഈ ദുരന്തങ്ങൾക്കുള്ള പരിഹാരം. ഏറ്റവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഭക്ഷ്യവിളകളെങ്കിലും വിഷവിമുക്തമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അത് സ്വന്തം ആവശ്യത്തിനായാലും വിൽപ്പനയ്ക്കായി കൃഷി ചെയ്യുന്നവയായാലും അത് ആവശ്യപ്പെടുന്ന പരിശുദ്ധിയിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് ഏവരും ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഇളം തലമുറകളും സ്ത്രീ സമൂഹവും തയ്യാറാവുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ സമ്പന്നമായ ഈ പ്രദേശങ്ങളിൽ ഇവിടെ ജീവിക്കുന്ന കർഷകരോ അല്ലാത്തവരോ ആയ മിക്കവാറും എല്ലാ കുടുംബങ്ങൾക്കും തന്നെ തങ്ങൾക്കാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും
പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുപോലും കൃഷി ചെയ്യുവാൻ സാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. കൃഷിയിടങ്ങൾ പരിമിതമായതിനാലും പട്ടണങ്ങളിൽ ജീവിക്കുന്നു എന്നതിനാലും ഏറെ പേർ തങ്ങൾക്കാവശ്യമായ പച്ചക്കറികളും മറ്റും ടെറസുകളിൽ കൃഷി ചെയ്യുന്ന കാഴ്ച ഇന്ന് കാണാം. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും അത്യാവശ്യം വേണ്ട ശ്രദ്ധ ഒഴിവു നേരങ്ങളിൽ നൽകുവാനും തയ്യാറാണെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുവാൻ ഏറെയൊന്നും സ്ഥലം ആവശ്യമില്ല എന്ന് ഇത്തരം അനുഭവങ്ങൾ തെളിയിക്കുന്നു. ഡോക്ടർ മരിയ ലിസ എന്ന വെറ്ററിനറി ഡോക്ടർ തൻ്റെ അനുഭവങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഞാനൊരു വെറ്ററിനറി ഡോക്ടറാണ്. പക്ഷേ കൃഷിയോട് എനിക്ക് ചെറുപ്പം തൊട്ടേ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പറമ്പിൽ ധാരാളം വൃക്ഷത്തൈകൾ നട്ട് വലിയൊരു കാട് പോലെയായി. അതുകൊണ്ട് പച്ചക്കറി ഒന്നും നട്ടാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയായി. അപ്പോഴാണ് കൃഷിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ എൻ്റെ സഹോദരൻ ഷാജി മണക്കാടും എൻ്റെ ചേച്ചി സിസിലിയും പറഞ്ഞത് ടെറസിൽ കൃഷി ചെയ്യാൻ. വീട് ചെരിച്ചുകാർക്കെ ആയതുകൊണ്ട് നമ്മുടെ കാർപോറേഷൻ്റെ മുകളിൽ 200 സ്ക്വയർ ഫീറ്റ് സ്ഥലമേ ടെറസായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ 200 സ്ക്വയർ ഫീറ്റിൽ പച്ചക്കറി കൃഷി ചെയ്താൽ വീട്ടിലെ ആവശ്യത്തിന് പച്ചക്കറി കിട്ടുമെന്ന് സഹോദരൻ ഉറപ്പ് നൽകി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൂട് വാങ്ങി. അതിൽ നമുക്കറിയാം മണലിന് സ്വർണത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂട് നിറയ്ക്കുന്നത് പകുതി കരിയിലിട്ട് ബാക്കി ചാണകവും മണ്ണും ചേർത്ത മിശ്രിതമാണ്. അത് ടെറസിൽ എത്തിക്കും. ചെടികളെല്ലാം നട്ടു. പലതരം ചെടികൾ, വെണ്ട, വഴുതന, കറിവേപ്പ്, നിത്യവഴുതന, അങ്ങനെ കയ്യിൽ കിട്ടാവുന്ന ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഔഷധ സസ്യങ്ങളോടും ചെറിയൊരു സ്നേഹം വന്നു. ഔഷധ സസ്യങ്ങളായ മുറിവൊട്ടി, പനിക്കൂർക്ക, നീലാമരി, ദന്തപ്പാല, രംഭ, അങ്ങനെ ധാരാളം ചെടികൾ കയ്യിൽ കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് ടെറസ് നിറയ്ക്കുകയാണ് ചെയ്തത്. പാലക്കാട് ജില്ലാ വെറ്ററിനറി മെഡിക്കൽ ഓഫീസർ സ്ഥാനത്തുനിന്ന് വിരമിച്ചുവെങ്കിലും ഇന്നും സജീവമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മരിയ ലിസ തൻ്റെ ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഏവർക്കും മാതൃകാപരമായൊരു അടുക്കളത്തോട്ടം തൻ്റെ ടെറസിലെ പരിമിതമായ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ തന്നെ അനിവാര്യതയായ ആരോഗ്യകരമായ ഭക്ഷ്യോൽപാദനത്തിൻ്റെ പ്രധാന മാർഗം ജൈവകൃഷിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പൂർണ്ണമായും ജൈവരീതിയിൽ തൻ്റെ അടുക്കളത്തോട്ടത്തെ പരിപാലിക്കുന്നു. മികച്ച ഉൽപാദനത്തിനും കീടനിയന്ത്രണത്തിനുമെല്ലാം തനതായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് തികച്ചും ഫലപ്രദവും ആരോഗ്യകരവുമാണെന്നതാണ് ഡോക്ടർ മരിയ ലിസയുടെ തിരിച്ചറിവ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിനൊരു കൂട്ട് ഉണ്ടാക്കി. 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ ചാണകം. അതൊരു ആസിഡ് വരുന്ന ഒരു ടാങ്ക് പോലെ വാങ്ങാൻ കിട്ടും. കട്ടിയുള്ള ഒരു ബക്കറ്റ്, അടപ്പുള്ള ബക്കറ്റാണ്. അതിലേക്ക് നമുക്ക് അടുക്കളയിലെ അവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങളും മറ്റവശിഷ്ടങ്ങളുമൊക്കെ. മറ്റൊന്ന് ഏറ്റവും നല്ലൊരു സംഗതി, നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന പഴങ്ങളൊക്കെ ഈ ഇതിനകത്തിടാം. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്ത് നല്ല ഒരു വളക്കൂട്ടായി മാറും. ഇത് അങ്ങനെ തന്നെ ഒഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും. അതിനെ ഒരു 5 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഒരു 100 മില്ലി ധാരാളം മതിയാവും ഒരു ചെടിക്ക്. ഞങ്ങൾ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. അപ്പോൾ പയർ കൃഷി ചെയ്തപ്പോൾ ഞങ്ങൾ നേരിട്ട് വലിയൊരു പ്രശ്നം, പയർ കായ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉറുമ്പും മുഞ്ഞയും
ഒന്നിച്ച് കൂട്ടുക. പിന്നെ എൻ്റെ ബ്രദർ പറഞ്ഞു തന്നു, മുഞ്ഞയും ഉറുമ്പും പരസ്പര സഹകരണ സംഘമാണ്. ഉറുമ്പ് മുഞ്ഞെ കൊണ്ടുവന്ന്, മുഞ്ഞയ്ക്ക് തന്നെ നീങ്ങാൻ പറ്റിയല്ല, ഉറുമ്പാണ് അതിൻ്റെ ആൾ. അവർ തമ്മിൽ ആ കൂട്ടുകെട്ട് ആണ് നമ്മൾക്ക് ഈ ശല്യം ഉണ്ടാക്കുന്നത്. അപ്പം മുഞ്ഞ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. മിനിറ്റുകൾ കൊണ്ട് മുഞ്ഞ പയറിനെ നശിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് നമുക്കൊരു നാട്ടറിവ് കിട്ടിയത്. ഞങ്ങളിവിടെ പറയുന്നത് നീറെന്നാണ്. അതിന് റെഡ് ഡാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, പുളിയുറുമ്പെന്നും മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിനെ കയറ്റി വിട്ടാൽ ഈ മുഞ്ഞ നശിപ്പിക്കുമെന്നുള്ള ഒരു നാട്ടറിവ് എൻ്റെ ചേട്ടത്തി പറഞ്ഞു തന്നൊരറിവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പറമ്പിലൊക്കെ ഇഷ്ടം പോലെ നീറുണ്ട്, അതിനെ നീറിൻ്റെ ഒരു കൂട് കൊണ്ടുവന്ന് നമ്മുടെ പന്തലിൽ ഇട്ടു. അത് പിന്നെ മുഞ്ഞയുടെ യാതൊരു ശല്യം ഉണ്ടായിട്ടില്ല. ഈ നമ്മുടെ കർഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്താണ് പുളിയുറുമ്പ് അല്ലെങ്കിൽ നീറ് എന്ന് പറയുന്ന ജീവി. അത് നമ്മളെ കടിക്കാതിരിക്കാനായിട്ട് സിസേഴ്സ് കൊണ്ട് ഇത് പയറൊക്കെ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഈവൻ പാവയ്ക്ക വരെ അത് സംരക്ഷിക്കും. എൻ്റെ പീച്ചിൽ, പാവൽ, എന്തും സംഗതിയും ഇവർ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ സംരക്ഷിക്കും. പിന്നെ നാടൻ രീതിയിൽ ഇപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം തളിച്ചാൽ ഈ കഞ്ഞിവെള്ളത്തിനൊരു ഗുണമുള്ളത്, അത് പശയുള്ളത് കൊണ്ട് ഈ കീടങ്ങൾ ആ പശയിലൊട്ടും. അങ്ങനെ പശയോട് കൂടി ആ കീടവും നശിക്കും. കഴിവതും എല്ലാ ദിവസവും കണ്ണു തുറന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കീടനിയന്ത്രണം. അത് കാണുന്നതിനെ പിടിച്ച് നശിപ്പിക്കുക. പിന്നെ വെണ്ടയുടെയൊക്കെ പുഴുക്കളാണെങ്കിൽ ആ ഇല ചേർത്തൊന്ന് ഞെക്കിയാൽ മതി, ആ പുഴു അങ്ങനെ തന്നെ ചത്തുപൊക്കോളും. കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും മികച്ചൊരു മാതൃകയാണ് ഡോക്ടർ മരിയ തൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ നൽകുന്നത്. താൻ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണം തികച്ചും സുരക്ഷിതവും ശുദ്ധവുമാണെന്ന് ഉറപ്പുവരുത്തുവാൻ ഇവർക്ക് കഴിയുന്നു. അതോടൊപ്പം അവർ ഏവരുടെയും ആരോഗ്യത്തിന് കാവലാളാകുവാനും ഇതുവഴി അവർക്ക് നിഷ്പ്രയാസം കഴിയുന്നു. ഒന്ന് മനസ്സുവെച്ചാൽ, അല്പസമയം നീക്കിവെച്ചാൽ ഏവർക്കും സാധിക്കുന്നതേയുള്ളൂ ഈ കാര്യങ്ങൾ എന്നതാണ് ഡോക്ടർ മരിയ ലിസ ശക്തമായി അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയുമെല്ലാം പിടിയിൽ അകപ്പെടുത്തുന്നതുമെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ 2 വർഷമായി ഞാൻ ഈ ഇത് തുടങ്ങിയിട്ട്. ഇതുവരെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ പാവയ്ക്കൊക്കെ മേടിക്കുമ്പോൾ വളരെ മനപ്രയാസത്തോടുകൂടിയായിരുന്നു അത് കറി വെച്ച് കൂട്ടുന്നത്. ദൈവമേ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കീടനാശിനി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ പറിച്ചിട്ട് അത് നമുക്ക് ഒന്ന് കഴുകിയില്ലെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ആർക്കായാലും ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു താല്പര്യവും ഒരു മനസ്സും ഉണ്ടെങ്കിൽ ടെറസിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പം എന്താ പറയുക, ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഡെയിലി ആവശ്യമുള്ള സംഗതിയാണ് ഇഞ്ചി, പച്ചമുളക് ഒക്കെയാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഞാൻ ഈ വർഷം ഇഞ്ചിയും നട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾ, കഴിഞ്ഞ വർഷം ഞാൻ മഞ്ഞൾ കുറച്ച് കൂടുകളിനകത്ത് മഞ്ഞൾ നട്ടുള്ളൂ. പക്ഷേ ഒരു വർഷത്തേക്കുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾ വിളവെടുത്തു. അത് പൊടിച്ച് ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കായാലും അല്പം മനസ്സുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ടെറസിൽ ഉണ്ടാക്കാൻ സാധിക്കും. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറിയ കാലത്തെയും പ്രയത്നങ്ങൾ. എന്നിരുന്നാൽ തന്നെയും കാർഷിക മേഖലയിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കുകയും ഏറെ പേരെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഡോക്ടർ മരിയ ലിസ തൻ്റെ മുന്നിൽ ഈ ആധുനിക കാലഘട്ടം വച്ചു നീട്ടുന്ന എല്ലാ സാധ്യതകളെയും വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ഈ കാലഘട്ടത്തിലെ
ഏറ്റവും മികച്ച സാമൂഹിക വിനിമയ സംവിധാനമായ ഫേസ്ബുക്കിലെ ഇവരുടെ ഇടപെടലുകൾ ഉദാഹരണമാണ്. ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള കൃഷി ഗ്രൂപ്പിലെ സജീവ പ്രവർത്തനങ്ങൾ അനേകർക്ക് ഉപകാരപ്രദമാണ്. ഡോക്ടർ മരിയ ലിസയെ പോലെ ഏറെ വിദഗ്ധരും കർഷകരും കൃഷിസ്നേഹികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ വലിയ സൗഹൃദ സദസ്സിന് ഈ കാലത്തിനുള്ളിൽ ഏറെ അത്ഭുതങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള സാധ്യതകളെയെല്ലാം ഉപയോഗിച്ച് കൂടുതൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുവാനും അറിവുകളെ പരസ്പരം പങ്കുവയ്ക്കുവാനും നമുക്ക് കഴിയണമെന്ന് ഡോക്ടർ മരിയ ലിസ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വിലപ്പെട്ട സൗഹൃദങ്ങൾ ഒട്ടേറെ അവസരങ്ങളിൽ സഹായമായി മാറിയിട്ടുണ്ടെന്നും ഏറെ പേരെ ഇതുവഴിയായി സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ ഓർമ്മിക്കുന്നു. ഫേസ്ബുക്കിൽ ഒരു കൃഷി ഗ്രൂപ്പുണ്ട്. ആ കൃഷി ഗ്രൂപ്പ് എനിക്ക് വളരെ പ്രയോജനം കിട്ടിയ ഒരു ഗ്രൂപ്പാണ്. കൃഷി ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത, അവിടെ വെറ്റിനറി ഡോക്ടർമാരുണ്ട്, കൃഷി ഉദ്യോഗസ്ഥരുണ്ട്, നല്ല കർഷകരുണ്ട്, കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം കാണിച്ചൊരു പോസ്റ്റ് ഇട്ടാൽ ഒരു 100 കമൻറ്റ് നമുക്ക് ഉടനടി വരും. അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ ഒരു പരിഹാരം കണ്ടെത്താം. അങ്ങനെ കൃഷി ഗ്രൂപ്പിൽ ചേർന്നത് എനിക്ക് എൻ്റെ ഈ പച്ചക്കറി കൃഷിക്ക് വലിയൊരു പ്രചോദനമായി. ഇപ്പോൾ നമ്മുടെ ഒരു കൃഷി ചെയ്ത് നമ്മുടെ ഒരു ഫലം ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ വരും. അപ്പം നമുക്ക് കൂടുതൽ പ്രചോദനമാകും. പിന്നെ കൃഷി ഗ്രൂപ്പിൽ തന്നെ വിത്ത് കൈമാറൽ, അതൊരു വളരെ നല്ല ഒരു ഐഡിയ ആണ്. ഓരോരുത്തരും വിത്തുകൾ, നല്ല നല്ല വിത്തുകൾ പരസ്പരം കൈമാറുന്ന ഒരു ഏർപ്പാടുണ്ട്. 5 രൂപ സ്റ്റാമ്പ് അടിച്ച ഒരു കവറിൽ അഡ്രസ്സ് എഴുതി അയച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പോസ്റ്റൽ വകുപ്പ് അത് എവിടെ വേണേലും എത്തിക്കും. പിന്നെ ഞാൻ ടെറസിന് കേട് പറ്റാനായിട്ട് ഹസ്ബൻഡിന് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് 4 ചിരട്ട കമത്തി വെക്കുക. അപ്പം ഈ ചെടി ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ തന്നെ അനക്കാതെ വെക്കുമ്പോഴാണ് അവിടെ ഈർപ്പം നിലനിന്ന് അവിടെ ടെറസിന് ചോർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടൊരു മാർഗ്ഗമുണ്ട്. പലരും ടെറസിൽ കൃഷി ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ടെറസിന് കേടുപറ്റുമെന്നുള്ള കാരണം കൊണ്ടാണ്. എല്ലാവർക്കും ടെറസിൽ കൃഷി ചെയ്യാം, ടെറസിനൊരു കേടും പറ്റാതെ. അതിന് സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് 4 ചിരട്ട കമത്തുക. അതിൻ്റെ മുകളിലേക്ക് പൊട്ടിയ ഓടും കഷ്ണമോ ആസ്പെറ്റോസ് ഷീറ്റോ അങ്ങനെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയുള്ള കൂട് വെക്കുക. അപ്പോൾ എപ്പോൾ വെള്ളമൊഴിച്ചാലും വളവിട്ടാലും അല്ല മഴ പെയ്താലും വെള്ളം അപ്പോൾ തന്നെ ഒഴുകിപ്പോക്കോളും, അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ടെറസിന് അങ്ങനെ കേടുപറ്റിയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡ്, അത് ഇത്തിരി പൈസ മുടക്കുള്ള ഒരു പരിപാടിയാണ്. വയർ നെറ്റ് കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വയർ നെറ്റ് കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയയാണ്. അപ്പോൾ ഈ ചിരട്ട പ്രയോഗം ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്ക് ആ സ്റ്റാൻഡേ വെച്ചും ടെറസിന് കേടുപറ്റാതെ കൃഷി ചെയ്യാം. ഈ കാലഘട്ടത്തിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാർഷിക പ്രതിസന്ധികളുടെയും പരിഹാരം നാം ശരിയായ തിരിച്ചറിവിലേക്ക് കടന്നുവരികയാണെന്ന് മുമ്പ് സൂചിപ്പിച്ചു. ഇത്തരത്തിൽ സ്ത്രീ സമൂഹത്തിൻ്റെയും ഇളം തലമുറകളുടെയും വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ഇടപെടലുകൾ ഇന്ന് നമുക്കിടയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാക്കുന്നുണ്ട്. കൃഷി എന്നാൽ ഏതൊരു മനുഷ്യനെയും ആകർഷിക്കത്തക്കതായ ജീവസുറ്റതും സൃഷ്ടാവിനോട് ചേർന്നു നിൽക്കുന്ന മഹത്തരമായതുമായ ഒരു ജീവിതവൃത്തിയാണ്. യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന ഒരു കർഷകന് കൃഷി നൽകുന്ന സംതൃപ്തി മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്തതാണ്. ചെറുപ്പം മുതൽ, അതായത് കേവലം 8 വയസ്സ് മുതൽ അവിശ്വസനീയമായ രീതിയിൽ കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന സൂരജ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ അനുഭവവും ഇത്തരത്തിൽ ആവേശകരമായ ഒരു തിരിച്ചറിവിൻ്റേതു കൂടിയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ 4 ഏക്കർ കൃഷിഭൂമിയിൽ താൻ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയ തിരിച്ചറിവുകളുടെ പിൻബലത്തിൽ ചങ്കൂറ്റത്തോടെ കൃഷി ചെയ്യുന്ന ഈ കൊച്ചു കർഷകന്റെ അനുഭവങ്ങൾ ഏവരെയും അതിശയിപ്പിക്കും. നെല്ല്, വിവിധങ്ങളായ പച്ചക്കറികൾ തുടങ്ങിയവ മുതൽ വിലമതിക്കാനാവാത്ത ഒരു ഔഷധത്തോട്ടം വരെ സൂരജ് പരിപാലിക്കുന്നു. ഞാനിപ്പോൾ 5 വർഷമായി കൃഷി തുടങ്ങിയിട്ട് 3 വർഷമായി ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെല്ല്, പച്ചക്കറി എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ കൊല്ലം നെൽകൃഷി ചെയ്തത്. ഒട്ടഞ്ഞാറാണ്, ഗന്ധകശാലയാണ് ചെയ്തത്. ആദ്യം ഒട്ടഞ്ഞാറ് ചെയ്തതെന്ന് നാട്ടുകാരെല്ലാവരും കളിയാക്കി. എന്നാലും ഇപ്പോൾ
ഇപ്പോൾ ആൾക്കാർ ഇതിൻ്റെ രഹസ്യം ചോദിച്ച് വരാൻ തുടങ്ങി. ഈ കൃഷിയിൽ എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമുണ്ട്. അങ്ങനെ ഈ കൊല്ലം നെല്ലെന്തായാലും 1/2 ഏക്കർ വയലെടുത്ത് ചെയ്തു. ഈ സ്ഥലം മുമ്പ് കൃഷി ചെയ്തിരുന്നല്ല, ഭയങ്കര പാറ പിടിച്ച് കിടന്നായിരുന്നു. അത് കഷ്ടപ്പെട്ട് കുത്തി നന്നാക്കി നെൽകൃഷി ഇറക്കി. അത് വൻ വിജയത്തിലെത്തുകയും ചെയ്തു. ഇന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഗ്രികൾച്ചർ വിഭാഗത്തിൽ +1 പഠിക്കുന്ന സൂരജ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുതൽ പൂർണ്ണമായൊരു ജൈവ കർഷകനാണ്. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജൈവകൃഷിയാണ് ഉത്തമമെന്ന് തിരിച്ചറിഞ്ഞ സൂരജ് ഏതാനും വർഷങ്ങളായി തൻ്റെ തോട്ടത്തിൽ യാതൊരുവിധ രാസവസ്തുക്കളും കയറ്റാറില്ല. കൂടുതൽ മെച്ചമെന്ന് തിരിച്ചറിഞ്ഞതോടെ സുഭാഷ് പലേക്കർ അനുശാസിക്കുന്ന രീതിയിലുള്ള ചെലവില്ലാ പ്രകൃതി കൃഷിയാണ് ഇന്ന് സൂരജ് അനുവർത്തിക്കുന്നത്. അതുവഴിയായി ആർക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ തികച്ചും ലാഭകരമായും ആരോഗ്യകരമായും കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ന് അവന് കഴിയുന്നു. നെല്ല് 0 ബജറ്റിൽ ഒറ്റഞ്ഞാറാണ് ചെയ്തിരിക്കുന്നത്. ഗന്ധകശാലയാണ് വിത്ത് ഉപയോഗിച്ചത്. 1/2 ഏക്കർ നെൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഞാറ് ഒരടിയിൽ വെച്ചിട്ടാണ് നട്ടത്. ജീവാമൃതം 3 പ്രാവശ്യമാണ് വളമായിട്ട് ആകെ കൊടുത്തത്. വേറൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ജീവാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ പോഷിപ്പിക്കുന്ന ഒരു ലായനിയാണ്. അമൃതം തന്നെ പറയാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, പിന്നെ എന്തെങ്കിലും പഴങ്ങൾ അല്ലെങ്കിൽ ശർക്കര, കുറച്ച് പയറുപൊടി, പിന്നെ നല്ല പറമ്പിൽ നിന്ന് ഒരു പിടി മണ്ണ്, എല്ലാം കൂടെ 2 ദിവസം വെച്ച് പുളിപ്പിച്ച് എടുത്തിട്ട് അത് 10 ഇരട്ടി വെള്ളത്തിൽ കൂട്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അത് 3 പ്രാവശ്യമാണ് ഒരു ചെടി ചെയ്തത്. 0 ബജറ്റ് ചെയ്തപ്പോൾ എല്ലാത്തിനും ചെടികൾക്ക് ജീവൻ, ആരോഗ്യം, നല്ല ആരോഗ്യമുണ്ട്. പിന്നെ രോഗപ്രതിരോധശേഷി കൂടുതലാണ്. കേടുകൾ കാര്യമായിട്ടൊന്നുമില്ല. ഘനജീവാമൃതം ചെയ്ത് കഴിഞ്ഞാൽ പൊക്കം കൂടി പോകുന്നില്ലാണ്. അതുകൊണ്ട് 0 ബജറ്റിൽ സാധാരണ ലിക്വിഡായിട്ട് ജീവാമൃതം തന്നെയാണ് ചെയ്തത്. പിന്നെ പാലുറയ്ക്കാൻ നേരത്ത് ഒരു സ്പ്രേ തേങ്ങാവെള്ളം ചെയ്തു, പെട്ടെന്ന് പാലുറയ്ക്കാൻ. മുഞ്ഞബാധയ്ക്ക് തൈര് പുളിപ്പിച്ച് സ്പ്രേ ചെയ്തു. മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്കും സഹായത്തിനുമൊപ്പം ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞ ഈ കൊച്ചുമിടുക്കൻ ഇന്ന് ഈ നാടിനു മുഴുവൻ മാതൃകയാണ്. തോട്ടത്തിലെ എല്ലാ ജോലികളും സമയം ലഭിക്കുമ്പോൾ ചെയ്യുന്ന സൂരജിനെ സഹായിക്കുവാൻ ഏതാനും ജോലിക്കാരുമുണ്ട്. അവർക്കു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും തൻ്റെ കൃഷിയിടത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും സൂരജ് തന്നെ. 0 ബജറ്റ് ഫാമിങ്ങിൽ നെൽകൃഷി ചെയ്ത ചില കർഷകരുടെ അനുഭവങ്ങൾ പ്രചോദനമായി മാറിയതാണ് വയൽ ഇല്ലാതിരുന്നിട്ടു കൂടി നെൽകൃഷി ചെയ്യുവാൻ സൂരജിനെ പ്രേരിപ്പിച്ചത്. അതിനുവേണ്ടി നിലമൊരുക്കുവാൻ കഠിനാധ്വാനം തന്നെ വേണ്ടി വന്നു. പക്ഷേ ഒറ്റഞ്ഞാർ കൃഷി ചെയ്യുവാൻ കൂടി തീരുമാനിച്ചപ്പോൾ വീട്ടുകാരൊഴികെ ഏവരും പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് അവൻ ഓർമ്മിക്കുന്നു. എന്നാൽ അന്ന് പരിഹസിച്ചവരെല്ലാം അത്ഭുതകരമായി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിൻ്റെ കർഷകനെ കണ്ട് ആ കൃഷിയുടെ രഹസ്യം പഠിക്കാൻ മത്സരിക്കുന്നു. വീട്ടിലോട്ട് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും ഉള്ളി ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചക്കറികളായിട്ട് ക്യാബേജ്, മുളക്, കോളിഫ്ലവർ, പയർ, പാവക്ക, പടവലങ്ങ, വഴുതനങ്ങ, അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. എല്ലാം 0 ബജറ്റിലാണ് ചെയ്യുന്നത്. അപൂർവങ്ങളായ ഒട്ടേറെ ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് സൂരജിൻ്റെ ഔഷധ കൃഷിത്തോട്ടം. തനിക്കുള്ള വരുമാനമേറെയും ചെലവാക്കി ലഭ്യമായ ഒട്ടനവധി ഇനം ഔഷധ സസ്യങ്ങളെ അവൻ തൻ്റെ തോട്ടത്തിൽ പരിപാലിക്കുന്നു. വ്യത്യസ്തങ്ങളും വിലമതിക്കാനാവാത്തതുമായ ഔഷധച്ചെടികൾ ഇവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഏവരെയും അതിശയിപ്പിക്കും. എൻ്റെ അടുത്ത് ഒരു 50 ഇനത്തിൽ പെട്ട ഔഷധസസ്യങ്ങളുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന പല ഔഷധസസ്യങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ കുറേ എണ്ണം കിട്ടുന്നിടത്തുനിന്നൊക്കെ കൊണ്ട് നട്ട് പരിപാലിച്ചു വരുന്നു. രുദ്രാക്ഷം കായൊക്കെ അതിൽ ഉൾപ്പെടും. വ്യക്തമായ തൻ്റെ സ്വന്തം തിരിച്ചറിവിലൂടെ പൂർണ്ണമായും വിജയകരമായി മുന്നേറുന്ന സൂരജിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ചില വൈരുദ്ധ്യങ്ങൾ രസകരമാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കൃഷി വിഷയമാക്കി പഠിക്കുന്ന അവൻ തൻ്റെ തിരിച്ചറിവുകളെ കടലാസിലെഴുതിയാൽ പരീക്ഷയിൽ വിജയിക്കാനാവില്ല. അവൻ സ്കൂളിൽ പഠിക്കുന്ന കൃഷിയുടെ രസതന്ത്രം രാസവളത്തിൻ്റെയും കീടനാശിനികളുടെയും ഉപയോഗത്തിലൂടെയുള്ള രാസകൃഷിയുടേതാണ്. ഇന്ന് നമ്മുടെ മുഖ്യധാര ആശയങ്ങളും നേതൃത്വ ശൈലികളും
അഭ്യസനങ്ങളും മാറ്റപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ കൃഷിയോടും പ്രകൃതിയോടും സ്വാഭാവിക ജീവിതശൈലിയോടും ആഭിമുഖ്യമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നതോടൊപ്പം അവർക്ക് മാതൃകയായി മാറുവാൻ നമുക്കേവർക്കും കഴിയുമ്പോഴേ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സമഗ്രമായ പ്രതിസന്ധികൾക്ക് പരിഹാരമാവുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു കാർഷിക ഉണർവിനായി നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം.